പൂമോളെ എല്ലാം ചോദിച്ചാട്ടെ അറിയുന്നതെല്ലാം ഈ ഉപ്പ പറഞ്ഞിടാം ഇൽമുകളോരോന്നായി ഉപ്പ മൊഴിഞ്ഞിടാം ഇമ്പക്കുരുന്നിനായി അറിവ് പകർന്നിടാം സത്യസമാധാന ശാന്തിയാണിസ്ലാം സകലോരേൻ സ്നേഹിക്കാൻ പഠിപ്പിക്കും ഇസ്ലാം അനുസരണയേറ്റുന്ന മതമാണ് ഇസ്ലാം അനുകമ്പയാണല്ലോ ഇസ്ലാമിനുൾക്കാമ്പ് ഇസ്ലാമിൻ അനുപമ വാക്യം ഷഹാദത്ത് ഇറയവൻ ഏകനാണെന്നുള്ള നിയത്ത് ഖൽബിലുറപ്പിച്ചു ചൊല്ലേണം നിശ്ചയം മഹമൂദ് റസൂൽ എന്നോർക്കേണം സത്യവിശ്വാസിയാം ഒരുവൻ മറ്റുള്ളൊരു സത്യവിശ്വാസിയെ കാണുമ്പോൾ ചൊല്ലേണം അല്ലാന്റെ പേരിൽ അഭിവാദ്യം പറയണം അഹദോന്റെ രക്ഷകൾ അപരനിൽ നേരേണം വലൈക്കും മുസ്സലാം എന്നുള്ള വാക്കാണ് വലിയോന്റെ രക്ഷയ്ക്ക് പ്രത്യഭിവാദ്യമാണ് മുസൽമാന്മാർ കാണുമ്പോൾ ആദ്യത്തിൽ പറയണം മുൻകൈവലത്തേതും സ്നേഹത്തിൽ കവരേണം അഖിലങ്ങളെല്ലാം പാടച്ചുള്ളുടയോന് അവനൊരുവനാണെന്ന് അറിയണം പൊന്മോളെ ആദിയും അന്ത്യവും ഇല്ലായിലാഹാണ് അവയിലുറപ്പിച്ച വിശ്വാസം തൗഹീദ് നിർബന്ധമായി നാം ചെയ്യേണ്ടതൊക്കെയും നിശ്ചയമായും ഈ ദീനിൽ ഫർളാണി നിർബന്ധമില്ലേലും എടുത്താൽ ഗുണമാകും ഓരോരോ കാര്യവും സുന്നത്തെന്നാണല്ലോ
സാരാംശം പറയാലോ മനസ്സിലാതെപ്പോഴും നീയോർമ്മിച്ചിടേണം. അല്ലാ തുണച്ചെങ്കിൽ എന്നാണതിൻ സാരം. അവനാണീ കാണുന്ന ലോകത്തിനധികാരം. പ്രായം തികഞ്ഞോരോ പുരുഷർക്കും സ്ത്രീകൾക്കും ഫർളാക്കി 5 വഖ്ത് നമസ്കാരം. സുബ്ഹിയും ളുഹറും അസറും മഗ്രിബും ഇശായും 17 റകാത്തും അതിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ത്തിൻ്റെ മുന്നറിയിപ്പ് ബാങ്കാണ്. നിത്യവിശുദ്ധി തൻ മുദ്രാവാക്യമാണ്. ഉറക്കത്തേക്കാൾ കേമം നിസ്കാരമാണെന്ന് ഉറക്കെ പറയുന്നു സുബഹി ബാങ്കിലെന്നും. ബാപ്പാ പറഞ്ഞു കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ കാര്യം സക്കാത്തുമാണല്ലോ. സ്വത്തും മുതലുകൾ ഏറെ കൈവന്നവർ സ്വത്തിനടുത്തുള്ള ദാനം ചെയ്യണമല്ലോ. അറബ് മാസങ്ങളിൽ ശ്രേഷ്ഠമാണൊരു മാസം. അറിയണം മോളെ അതാണ് റമളാൻ മാസം. റമളാനിൽ പകല് മുഴുക്കെയും നോമ്പാണ്. രാത്രി താറാവീഹും ഖുർആനും മൂത്താണ്. ഖുർആനെഴുതിയതല്ലല്ലോ മലിക്കുൽ ജബ്ബാറിൻ്റെ പുണ്യകലാമല്ലോ. ഇറയിൽ പോയി ധ്യാനം ഇരന്ന റസൂലിനായി ഇറയോനിറക്കിയ പൊരുളുകളാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ്.
സ്വത്തും പണത്താലും ആരോഗ്യത്തിനാലും ഒത്ത മുസൽമാനിൽ നിർബന്ധമാം ഹജ്ജ്. മുത്ത് റസൂലുള്ള പിറന്നുള്ള മക്കത്ത് ചെന്ന് ഹജ്ജൊന്ന് നിറവേറ്റണമെന്നല്ലോ. മുത്ത് മുഹമ്മദിൻ മുമ്പുള്ളോരംബിയ ഇമ്പരിൽ മുമ്പരാണ് ഇബ്രാഹിം നബിയുള്ള. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയൊത്ത് ഇഖ്ലാസിൽ പണി തീർത്തതാണല്ലോ തിരുഖബ. ആരാധനയ്ക്കായി ലോകത്തിൽ ആദ്യത്തിൽ ആദം നബി തീർത്തതാണ് കബാലയം. ഈ ഭൂവിൽ തൗഹീദുയർത്തുവാൻ വന്നുള്ള ഇബ്രാഹിം നബിയോർ പുതുക്കി കബാലയം. വിഗ്രഹാരാധന പാടില്ല എന്നോതി വിലപ്പെട്ട തൗഹീദിൻ വിശ്വാസം അവരൂതി. ഇബ്രാഹിം നബിയുള്ള കാണിച്ച മാർഗങ്ങൾ ഇവിടെ നിലനിർത്തി ത്വാഹ റസൂലുള്ള. എന്നുള്ള മാസം കേട്ടിട്ടില്ലേ? ബലിപെരുന്നാളെന്ന് വലിയ പെരുന്നാളില്ലേ? ഹസ്രത്ത് ഇബ്രാഹീമിൻ സ്മരണ പുതുക്കിയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിറവേറ്റും മുസൽമാന്. ഇസ്ലാമിൻ സമ്പത്ത് വിശ്വാസമാണല്ലോ, ഈമാൻ എന്ന വാക്കിൻ അർത്ഥമതാണല്ലോ. ഒന്നാമതല്ലാഹുവിലുള്ളൊരു വിശ്വാസം ഓർക്കേണം, അതാണ് മുസൽമാന്മാർക്കാശ്വാസം. പാടത്തുള്ള
മലക്കുകളെന്നാണ് അവരുടെ നാമങ്ങൾ. ജിബ്രീലും മീകായിൽ ഇസ്രാഫീൽ അസ്റായീൽ ഇവരാ മലക്കിൻ കൂട്ടത്തിൽ പ്രധാനികൾ. അവരെയും നാം ഉള്ളിൽ വിശ്വാസം കൊള്ളേണ്ടേ. മൂന്നാമതെന്താണ് ബാപ്പ പറഞ്ഞാട്ടെ. കാലാകാലങ്ങളിൽ അല്ലാഹയച്ചുള്ള കാമിലരാണല്ലോ റബ്ബിൻ പ്രവാചകർ. ആദം നബി തൊട്ട് ഒരുപാട് നബിമാക്കൾ, അവരിലും വിശ്വാസം കൊള്ളേണം ഈ നമ്മൾ. പറ്റി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുതിരത്തുടയോന്റെ കിതാബിലൊന്നല്ലേ. ഓരോ നബിമാർക്കായി അല്ലാഹു നൽകിയ ഓരോരോ വേദങ്ങൾ വേറെയുമുണ്ടല്ലോ. മൂസാ നബിക്കായിറക്കിയേ, ഇഞ്ചീൽ ഈസാ നബിക്കും വെളിവാക്കിയേ. സബൂർ എന്ന വേദം ദാവൂദ് നബിക്കായി, ഫളലുറ്റ ഖുർആനും മുത്ത് റസൂലിന്നാ. അവസാന നാളുണ്ട്, അവയെല്ലാം ഖുർആനിലേറെ തെളിവുണ്ട്. ആകാശം ഭൂമിയും ജീവജാലങ്ങളും ആകെ നശിക്കും, ഖിയാമം നാളുമുണ്ട്. ഖൈറും ശർറൊക്കെയും റബ്ബ് റഹ്മാന്റെ ഖദറാണെന്നോർക്കേണം പൊന്നാരപ്പൂമോളെ. ഇവയെല്ലാം പൊന്നുമോൾ നന്നായി ഉൾക്കൊള്ളേണം, ഇസ്ലാമിൻ ചര്യയിൽ ജീവിതം നീക്കേണം.
വിശ്രാമം നാളുണ്ടെന്നാദ്യം പറഞ്ഞില്ലേ? കേട്ടോ എൻ മോളെ, ഞാൻ സംശയം തീർത്തിടാം. ഈ ലോകം വിട്ടാൽ പാരലോകമൊന്നുണ്ട്, അവിടമിൽ മഹ്ശറ കോടതിയുമുണ്ട്. ഖബറുകൾ അല്ലാഹു പൊട്ടിപ്പിളർത്തിയിടും, ഖബറാളികൾക്കല്ലാഹുവും കൊടുത്തിടും. മഹ്ശറ സഭയതിൽ ഒന്നായി കൂട്ടിയിടും, മനുഷ്യരെ നന്മയും തിന്മ അളന്നിടും. നമ്മൾക്കുള്ള രണ്ടു ചുമലില മലക്കുകൾ റക്കീബും മത്തിരിപ്പുണ്ട്. വലത്തെ ചുമലിന്ന് നന്മ എഴുതുന്നു, ഇടത്ത് മലക്കഥ തിന്മ കുറിക്കുന്നു. അല്ലാഹു ഹാലിലി അല്ലാഹു നാലിലി അല്ലാഹു ഷാഹിദി അല്ലാഹു മലീ. തിന്മയും എഴുതിയ താളുകൾ നാളെ ഇലാഹിന്റെ മുന്നിൽ സമർപ്പിക്കും. മീസാനിൽ ഓരോന്നായി തൂക്കി കുറിക്കുമ്പോൾ മലിക്കുൽ ജബ്ബാറിന്റെ കരുണയ്ക്കായി നാം തേടും. പഴുത്തുള്ള ചെമ്പ് തറയാണ്, ചൂട് തുപ്പും സൂര്യൻ ഒരു ചാൺമുകളാണ്. ഉരുകിയുരുകിക്കൊണ്ടാർപ്പ് വിളിയാണ്, നഫ്സി നഫ്സി എന്ന് ഓതി നടപ്പാണ്. അല്ലാഹു റഹ്മാനും അല്ലാഹു റഹീമും അല്ലാഹു മാലിക്കും അല്ലാഹു ഖുദ്ദൂസും. ഖേദത്തിൽ എല്ലാരും നിന്നിടും, വലിയോന്റെ ഹളറത്തിൽ വിങ്ങിക്കരഞ്ഞിടും. തീയാളി കത്തും ജഹന്നത്തെ കാട്ടിടും, ദാഹം കൊടുമയിലപ്പോൾ വലഞ്ഞിടും. ദുനിയാവിൽ നന്നായി നടന്നോര്, മോഹങ്ങളെല്ലാം കടിഞ്ഞാണിലിട്ടോര്, ആരാന്റെ ഹക്കുകൾ വാരി തിന്നാത്തോര്, അളവിലും തൂക്കത്തിൽ മായം ചേർക്കാത്തോര്. അല്ലാഹു സലാമും അല്ലാഹു മുഅ്മിനും അല്ലാഹു മുഹൈമിനും അല്ലാഹു അസീസും. ഇവർക്കെല്ലാം സ്വർഗമോ റബ്ബാ
പേരുത്തുണ്ട് എണ്ണി പറയുവാൻ ഇളകാത്തോരീമാനും മുറുകെ പീഡിക്കേണം ഇസ്ലാമിൻ കർമ്മങ്ങളൊക്കെയും ചെയ്യണം ഇഖ്ലാസിൽ തന്നെ ഇതെല്ലാം നിലനിർത്തേണം മാംസങ്ങൾ കൊത്തിപ്പറിച്ചോരും അതിമോഹത്തലെ പലിശ വാങ്ങിച്ചോരും അക്രമമനീതി കാട്ടി നടന്നോരും അവർക്കെല്ലാം നരകത്തിൽ ഒന്നാം നിലയുണ്ട് അല്ലാഹു ജബ്ബാറും അല്ലാഹു ഹാലിഖും അല്ലാഹു ബാരിഉം അല്ലാഹു മുസവ്വിറും കാണുവാൻ നിസ്കാരം ചെയ്തോർക്ക് നരകത്തിൽ വൈലെന്ന പ്രത്യേക മുറിയുണ്ട് റമളാനിൽ നോമ്പെടുക്കാതെ അഭിനയിച്ചുള്ളോർക്ക് രാജാധിരാജന്റെ ശിക്ഷാ പേരുത്തുണ്ട് ഇസ്ലാമിൻ നേർമാർഗം തെറ്റാതെ മുഅ്മിനായി ജീവിച്ചോർക്കാണ് ഫിർദൗസ് ജന്നത്തുൽ ഫിർദൗസിൻ അഹ്ലുകാരെന്ന് അല്ലാഹു അല്ലാതെ ആർക്കും അറിയൂല അല്ലാഹു വഹാബും അല്ലാഹു റസാഖും അല്ലാഹു ഫതാഹും അല്ലാഹു അലീമും ഇസ്ലാം ദീൻ വാരിപ്പുണരേണം മനതാരിൽ വിശ്വാസ തിരികൾ കൊളുത്തേണം 5 സമയത്തും നിസ്കാരം പുലർത്തേണം അഹദോന്റെ ഇഷ്ടത്തിൽ സഞ്ചരിച്ചിടേണം ഇവയെല്ലാം തന്നെ നീറവേറ്റി പോന്നാല് ഇറയോന്റെ രക്ഷ ലഭിക്കുമോ അവസാനം ഇസ്ലാം ദീൻ എന്നാലോ വലിയ ബഹറാണ് ഇതിലുള്ള മുത്തുകൾ പത്തരമാറ്റാണ് ആ മുത്ത് വാരിയെടുക്കാനൊരുങ്ങേണം ആരംഭമോളെ അതിനായി ശ്രമിക്കണം അല്ലാഹു ഹാലിദി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഹീ പിന്നെ ഉസ്താദുമാരെയും ഉമ്മിണി പിരിശത്തിൽ ബഹുമാനിച്ചിടേണം അന്യമതക്കാരിൽ സ്നേഹം പുലർത്തേണം അയലത്തെ പട്ടിണിക്കാരെ തുണയ്ക്കേണം മണിമോളെ ആറ്റൽ മുഹമ്മദ് മുസ്തഫ തങ്ങളരുളിയ
വാക്കുകൾ സ്വത്തായി കരുതേണം എന്നും മനതാരിൽ സത്യത്തിൻ നാമ്പുകൾ തേടേണം ദുനിയാവിൽ അല്ലാഹു റഹ്മാനും അല്ലാഹു റഹീമും അല്ലാഹു മാലിക്കും അല്ലാഹു ഖുദ്ദൂസും അഖിലത്തിനൊക്കെയും മന്ത്യനബിയായി അള്ളാന്റെ പ്രിയപ്പെട്ടുള്ള ഹബീബായി അങ്ങ് അറബ്യയിൽ മക്കത്തോളിവായി അഷ്റഫുൽ ഖൽക്കെന്ന ദൂതർ നിറവായി ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കൾ രാവിൽ മക്കത്തെ കേളി ഖുറൈശി തറവാട്ടിൽ മഹദിയാളാമിന പ്രസവിച്ച പൂമ്പൈതൽ അല്ലാഹു സലാമും അല്ലാഹു മുഅ്മിനും അല്ലാഹു ഹൈബിനും അല്ലാഹു അസീസും ഹാഷിം ഖുറൈശിയിൽ അബ്ദുൽ മുത്തലീബിൻ അരുമമകനായ അബ്ദുല്ല പിതാവാം മഹ്മൂദർ തന്നുടെ പിറവിക്ക് മുമ്പായി മുഹമ്മദിൻ ആരംഭ ബാപ്പ മൗത്തായി പിറക്കുന്നതിൻ മുമ്പേ ബാപ്പ മരണം പൂകി പറക്കുന്നതിൻ മുമ്പേ മാതാവതും പോയി 7-ാം വയസ്സിൽ നബിയും അനാഥരായി എല്ലാം നഷ്ടപ്പെട്ട് നബിയുള്ള ഏകനായി അല്ലാഹു ജബ്ബാറും അല്ലാഹു ഹാലിഖും അല്ലാഹു ബാരിഉം അല്ലാഹു മുസവ്വിറും പിതൃവ്യനാമബൂ ത്വാലിബിൻ നോട്ടത്തിൽ പ്രിയരാം മഹമൂദർ വളരുന്നു മട്ടത്തിൽ കൂത്താടി ജീവിക്കും അറബികളെ മധ്യത്തിൽ കരള് പൂകഞ്ഞു കഴിഞ്ഞു മഹമൂദർ സൂര്യനും ചന്ദ്രനും കല്ലിൻ്റെ ബിംബവും റബ്ബാണെന്നോതിയാരാധിച്ചു പോരുന്നു രാപ്പകലൊരുപോലെ പൂജ നടത്തുന്നു പെണ്ണ് പിറന്നാലോ കൊന്നവർ മൂടുന്നു അല്ലാഹു വഹാബും അല്ലാഹു റസാഖും അല്ലാഹു ഫത്താഹും അല്ലാഹു അലീമും
അന്ധവിശ്വാസത്തിൽ കഴിയുന്നവരോട് അരുളി കണക്കുകൾ വെച്ചൊരു ജ്യോത്സ്യന് പെൺകുഞ്ഞി നാട്ടിൽ പിറന്നാലാപത്തെന്ന് പിറക്കുന്നത് പെണ്ണെങ്കിൽ വധിക്കാൻ അരുളുന്നു. ഇതുപോലെ ക്രൂരത കാട്ടുന്നോർക്കിടയിൽ എങ്ങനെ ജീവിച്ചു ത്വാഹ റസൂലര്. മോളെ ആ ചരിതം ഞാൻ ചുരുക്കത്തിൽ വിവരിക്കാം. മഹമൂദർ അറബികൾക്കിടയിൽ വിശ്വസ്തനായി വിശ്വാസം കൈവന്ന നേരം മഹബൂബ് വിലപ്പെട്ട ഓരോരോ ഉപദേശം നൽകുന്നു. അല്ലാഹു ഹാലിരി അല്ലാഹു നാവിരി അല്ലാഹു ഷാഹിദി അല്ലാഹു അലി. ഉപദേശം കേട്ടപ്പോൾ അറബികൾ കൈയേറ്റു. ഉടനെ ഇലാഹിന്റെ നബിയോരെ വരവേറ്റു. അന്ന് നേബിപ്പട്ടം കിട്ടിയിട്ടില്ലല്ലോ, അറബികൾ ഉപദേശം കയ്യേറ്റുമില്ലല്ലോ. സത്യമാണീ ബാലൻ പറയുന്നതെന്നാണ് ശത്രുക്കൾ പോലും സമ്മതിച്ചു പോരുന്നു. ഇന്നാണ് നബിയായി സ്ഥാനം ലഭിച്ചത്. എല്ലാം ഇന്നിൻ ബാപ്പ ചൊല്ലിത്താ വേഗത്തിൽ. മക്കത്തറബിതൻ കൂത്താട്ടം കണ്ടിട്ട് മഹമൂദ് നൂറിൻ മനസ്സ് വേറുത്തിട്ട് മലമേലെ ഹിറയെന്ന മാടത്തിൽ ചെന്നിട്ട് മന്നാനിയിലേക്ക് ഇരവോതി എന്നിട്ട് അല്ലാഹു റഹ്മാനും അല്ലാഹു റഹീമും അല്ലാഹു മാലികും അല്ലാഹു ഖുദ്ദൂസും. എന്നിട്ടോ ബാപ്പ പിന്നെ കഥ എന്തായി എല്ലാം അറിഞ്ഞിടാൻ ആശ നീരവായി. ഇരവും പകലും ഈറയോനിലിരവോതി ഇരുളിൽ വേളിവായി ജിബ്രീലും വന്നോതി. ഓതി തുടങ്ങണം റബ്ബിന്റെ നാമത്തിൽ ഓതുന്നു ഇഖ്റ ജിബ്രീലന്നേരത്തിൽ. അറിയാൻ തിടുക്കമായി ബാപ്പ എനിക്കിപ്പോൾ അറിവുകൾ എണ്ണി പറയണം വേഗത്തിൽ. അശരീരി കേട്ടപ്പോൾ മഹമൂദർ ഞെട്ടുന്നു, അടിമൂടിയാകെ ഭയത്താൽ വിറയ്ക്കുന്നു. അഹദിന്റെ നാമത്തിൽ ഇഖ്റ ചൊല്ലുന്നു, അന്നാളിൽ നബി എന്ന പട്ടം ലഭിക്കുന്നു. അല്ലാഹു സലാമും അല്ലാഹു മുഅ്മിനും അല്ലാഹു മുഹൈമിനും അല്ലാഹു അസീസും. നബിയായി പട്ടം ലഭിച്ചുള്ളതെന്നാണ് ത്വാഹാവിന്നക്കാലം പ്രായമതെന്താണ്. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയ നാഥന്റെ അരുൾ പോലെ നേരിനെ കാട്ടിയ ദീനുൽ ഇസ്ലാമിൻ സന്ദേശം പാടുന്നു. ദ്രോഹികൾ അറബികൾ വാടൂരി ചാടുന്നു. ദീൻ വിളി കേട്ടിട്ടന്നാരും അടുത്തില്ലേ. ദൂതരെ മാർഗത്തെ പിൻപറ്റാൻ വന്നില്ലേ. ചുറ്റും മറ
അറബികൾ കലിതുള്ളും നേരത്ത് ഒറ്റയ്ക്കബൂബക്കർ സിദ്ദീഖും ചാരത്ത് വന്നു മൊഴിയുന്നു ഉടനെ ഷഹാദത്ത് വല്ലികളിലാദ്യത്തിൽ ബീവി ഖദീജത്ത് അല്ലാഹു ജബ്ബാറും അല്ലാഹു ഹാലിഖും അല്ലാഹു ബാരിഉം അല്ലാഹു മുസവ്വിറും റസൂലിന്റെ ജീവിതം പറയൂകിൽ മാസങ്ങൾ നീണ്ടാലും തീരുന്നതല്ലല്ലോ പറഞ്ഞുള്ളോരിൽ മുകൾ മനസ്സിൽ പകർത്തേണം പരിശുദ്ധ വഴികൊള്ളേ മോളും നടക്കേണം അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാ